ഹായ് ഗൈസ്, നമ്മളെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ മാറ്റിയിട്ടൊരു സ്ഥലം വരെ പോകാൻ നിൽക്കുന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്. എനിക്കും പിന്നെ നിങ്ങൾക്കും സ്പെഷ്യൽ വിചാരിക്കും. നിങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചു എന്നോട്. അപ്പോൾ വ്ളോഗ് എന്താ വെച്ച് കഴിഞ്ഞാൽ ചാക്കാർ വരാണ്. പക്ഷേ രണ്ടാളുണ്ട്, അത് നിങ്ങൾക്ക് അറിയാമല്ലേ. പക്ഷേ ഓരോരുത്തർ ഓരോ ദിവസം ഇന്നലെ ഒരുത്തി വന്നാണ്. ഇന്ന് വേറെ ഒരാൾ പോവുക. അപ്പോൾ ഇന്നാണ് ഞാൻ വ്ളോഗ് എടുക്കാൻ വിചാരിച്ചത്. കാരണം ഇന്നലെ വന്നെടുത്തപ്പോൾ 2 വ്ളോഗാവും. നമ്മൾ ഒന്നാക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ വേണ്ട വിചാരിച്ച് നമ്മൾ ഇന്നത്തെ വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ നേരെ വൈകിക്കണം ഓൾറെഡി. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ നിൽക്കുകയാണ്. അവിടെ കോഴിക്കോടല്ലേ, കോഴിക്കോടേക്കാണ് നമ്മൾ പോണത്. മൈക്കില്ലാത്ത നല്ലൊരു പ്രശ്നമാണ്. മൈക്കപ്പോൾ ഇന്നലെ വരെ രാത്രി വരെ കുഴപ്പമൊന്നുമില്ല. ഞാൻ നോക്കി മൈക്കല്ലെങ്കിലും ഓൾറെഡി ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറയണം മൈക്ക് കേടണമെന്ന്. അപ്പോൾ ഇന്നലെ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ കുഴപ്പമായി കള്ളപ്പന്നി. അപ്പോൾ നമ്മളിനിയിപ്പോൾ പോകാൻ വിചാരിക്കുന്നു. ഞാൻ ഏകദേശം കുറേ ആയി പോരെ കണ്ടിട്ട്. ഞാൻ എക്സൈറ്റഡാണ്, നമ്മൾ എക്സൈറ്റഡാണ് വിചാരിക്കുന്നത്. ബാക്കി കാര്യങ്ങളെ വണ്ടിന് പറയാം, അതെല്ലാം ലേറ്റ് ചെയ്യുന്നു. ഓക്കെ ബൈ. ഗൈസ്, നമ്മൾ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നുണ്ട്. ഗൈസ്, നമ്മൾ അങ്ങനെ എയർപോർട്ടിലെത്തി. ടൈം ഇപ്പം എന്തായെന്ന് അറിയാം. ടൈം 9 മണി കേട്ടോ. 9 മണിയായി. നമ്മൾ താത്ത എപ്പോഴാണ് ഇറങ്ങണമെന്ന് അറിയില്ല. 9 എത്രയോ അല്ലടാ, 9 എത്രയോ ആണ് ഇറങ്ങണത്. 10 മണിയാവോ, ചിലപ്പോൾ 10 മണിയാവും, പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഫസ്റ്റത്തെ ഇൻട്രോ എടുത്ത് കൊളായിക്കണമെന്നാണ് എൻ്റെ ഒരു ഇത്. വലിയ ഐഡിയ ഇല്ല, മൈക്കില്ലാത്തതുകൊണ്ട് വലിയൊരു ഇതില്ല. ഞാൻ പിന്നെ കാറിൽ നിന്ന് ഇങ്ങനെ വരുമ്പോഴൊക്കെ എടുക്കാൻ വിചാരിച്ചു. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല നോയ്സ് ഉണ്ടാവും. ഇപ്പോൾ കാറ് നിർത്തി, എല്ലാവരും ഇറങ്ങിപ്പോയി. എല്ലാവരും ഇറക്കി വിട്ടിട്ട് ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ എടുക്കാം. ഞാൻ റോഫ് മാത്രം കൂടെ. അപ്പോൾ ഇനിയിപ്പോൾ ഓള് വരുമ്പോഴേക്കും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയണം വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ 2 ആൾക്കാരും 2 ദിവസമാണ് വരുന്നത്. പറഞ്ഞാൽ കേട്ടോന്ന് അറിയില്ല. ഞാൻ അതിൽ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് തരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലോ വെച്ചിട്ട് 2 ആൾ 2 ദിവസം വന്നത്. അപ്പോൾ ഇന്നലെ ഒരാൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇന്നിപ്പോൾ വേറെ ഒരാൾ വരികയാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞോണ്ടാട്ടെ ഈ വീഡിയോ ഇടണേ. അല്ലെങ്കിൽ ഞാൻ അപ്പോൾ ഇത് എടുക്കുന്നില്ല. അപ്പോൾ കഷ്ടപ്പെട്ട് 2 ദിവസത്തിൻ്റെ ഉറക്കമൊക്കെ കളഞ്ഞ് എയർപോർട്ടിൽ വന്ന് ചെയ്യാം. അപ്പോൾ ഗൈസ്, അങ്ങനെ 2 ആളും 2 ദിവസം വന്നത്. അപ്പോൾ ഞാൻ 2 ആളെ ഇപ്പോൾ വരുന്നതും കാണിക്കാം. അതായത് ഇപ്പോൾ ഡേ 1 എന്ന് പറഞ്ഞിട്ട് ഇന്നലെ വന്ന ആളതും ഡേ 2 എന്ന് പറഞ്ഞിട്ട് ഇന്ന് വരുന്ന ആളതും ഞാൻ അങ്ങനെ വരുന്നത് ഈ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരില്ല, അത് മാത്രമേ കാണിക്കുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ ഞാൻ ഇവിടുന്ന് വന്നതിന് ശേഷം ഇവിടുന്ന് നിലയൊക്കെ എടുക്കുക 2 ആളെയും കാണിച്ചിട്ട്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഇന്ന് നമ്മൾ മെയിനായിട്ട് താത്താരെ കാണിക്കാനുള്ളതാണ്. അത് കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചിരുന്നു എപ്പോഴാണ് താത്താരെ കാണിക്കുക. താത്താരെ കണ്ടിട്ട് കുറേ ആൾക്കാർക്ക് താത്താരെ ഡൗട്ട് ഉണ്ട്. എൻ്റെ കസിനൊക്കെ അയച്ചു തന്നിട്ട് ഇതാണ് താത്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് ഇന്ന് താത്താരെ കാണിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഒരു വരില്ല. ഞാൻ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം അവരെ കാണുന്നത്. ഏകദേശം 2 കൊല്ലമൊക്കെ ഉണ്ടാവും അവരെ കണ്ടിട്ട്. അപ്പോൾ ഒരാളിപ്പോൾ ഇന്നലെ കണ്ടു, ഒരാളിപ്പോൾ ഞങ്ങളപ്പം തന്നെ ഉണ്ട്. ഇപ്പോൾ എയർപോർട്ടിൽ മറ്റാൾ വരാൻ വേണ്ടി കാത്തുക്കുക. അപ്പോൾ ഞാനും ഇവന് മാത്രമേ ഇപ്പോൾ ഇതിനുള്ളിൽ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോൾ വിളിക്കാനാണ് പറഞ്ഞത്. പിന്നെ ഇത് കരിപ്പൂർ എയർപോർട്ട് അല്ലേ അതിനോട് ചോദിക്കണേ. കഴിഞ്ഞ് ഇവരോട് ഞാൻ നേരത്തെ ഇത് കോഴിക്കോട് എയർപോർട്ട് എന്നാ പറയാം, പക്ഷെ ഇത് ശരിക്കും മലപ്പുറത്തുള്ളതാണ്. ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് മലപ്പുറത്തുള്ളതാണെന്ന്. പക്ഷെ കോഴിക്കോട് എയർപോർട്ട് എന്നിട്ട് പറയാം. അപ്പോൾ കരിപ്പൂരിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ വീഡിയോ ഓവർ ലെങ്ത് ആവുമെന്ന് അറിയില്ല. എന്നാലും നമ്മൾ പറ്റണ മാതിരി വരെ കാണിച്ചിട്ട് ഇടും. പിന്നെ കട്ട് ചെയ്തിട്ടേക്കാരം ഉണ്ടാവുക. പക്ഷേ ഞാൻ വിചാരിച്ച മാതിരി ഒന്നും എടുക്കാൻ കഴിയില്ല. മൈക്കില്ലാത്ത വലിയൊരു അടിയാണ് നമുക്ക്. മൈക്ക് ഇന്നലെ രാത്രി വരെ കുഴപ്പമില്ലായിരുന്നു. ഇന്ന് രാവിലെ വീഡിയോ എടുക്കുമ്പോൾ കുഴപ്പമായി. അത് അങ്ങനെ തന്നെ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഓള് വന്നിട്ട് കാണാം. ഓക്കെ. എവിടെയാ ഫൈനലി എൻ്റെ 2 താത്താരും റീച്ചായിക്കണേ. ഞാൻ 2 സൈഡ് നിൽക്കാൻ പറഞ്ഞാണ്. ഒരു എൻട്രി ഞാൻ അത് ആഡാക്കാം, 2ാമത്തെ 2 ഞാൻ പറഞ്ഞ മുന്നേ ഇങ്ങോട്ട് നിൽക്ക്. ഇത് ഒന്നിൻ്റെത്, ഇത് വേറെ ഒന്നിൻ്റെ. അപ്പോൾ ഞാൻ 2 ആളെ വിളിക്കാം. കമോൺ.
ഇത് 2 കോളത്ത് വരുന്നുണ്ടാവും. കുറെ കാലത്തിന് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. മൈക്കില്ലാത്ത വലിയൊരു പ്രശ്നം ഉണ്ടാവും. മൈക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുപോകാറുണ്ട്. മൈക്കോട് കൊടുക്കുന്ന കാരണം പൊട്ട മൈക്കൊന്നും നല്ലതല്ലേ. അപ്പൊ ഇനി നമ്മളിനി ഇവിടെ നിൽക്കണേ അവർ ഇനി ഫുഡൊക്കെ കഴിക്കണം. ഫുൾ ചെലവ്. അപ്പോൾ ബാക്കി കാറിനുള്ളിൽ നിൽക്കാം. അപ്പോൾ വാ പറയാം ഗൈസ്. നമ്മള് ഇവിടെ നിന്ന് വന്ന് മുണ്ടല എയർപോർട്ടിൽ നിന്ന് വന്ന് നമ്മളെ വണ്ടി കുറച്ച് പണി കിട്ടി. ഭാഗ്യം ഞങ്ങളിപ്പോൾ എല്ലാം ജീവിച്ചിരിക്കുന്ന വണ്ടി പുക മുന്നിൽ നിന്ന് എന്തൊക്കെ പൊന്തി. ഡ്രൈവർ സ്പാൾബറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, സേഫാണ് എല്ലാവരും. അപ്പോൾ ഇവരെ ഞാൻ പിന്നെന്താ ഇവിടെ ഇപ്പോൾ ഓളെ വീട്ടിലിറങ്ങും. ഓളെ കെട്ടിച്ചോടത്ത് ഇറങ്ങും. എന്നിട്ട് പിന്നെ ഞങ്ങളാണ് വീട്ടിൽ പോകും. ഒന്നൊരു രാത്രി വരില്ല. രാത്രി വന്നിട്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കറക്റ്റ് പറഞ്ഞില്ല. അപ്പോൾ പറയാനൊന്നും നേരെ ചെയ്യാം. ഇനിയിപ്പോൾ പെരത്തൊന്നും അറിയില്ല. എന്താ അവസ്ഥ? പെരത്തോ പറയാൻ പറ്റൂലാന്ന്. അറിയാം. വീട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മൾ ബാക്കി വീടിയിട്ട് വരും കേട്ടോ. ഓക്കെ. കൈ ഇങ്ങനെ വെച്ചു രീതി അത്രയായി ഓളോളെ വീട്ടിലിറക്കാം. നേരത്തെ വായിട്ടാണ്ട് ഓക്കെ ബൈ. One eternity later. Guys, നമ്മൾ കുറച്ച് നേരത്തിന് ശേഷം വീണ്ടും വന്നു. അനങ്ങാതെ നിൽക്കണ്ട വീഡിയോ നിൽക്കല്ലേ. അപ്പൊ ഗൈസ് അവിടെ നിൽക്കല്ല സൗണ്ട് വെക്കും. നമ്മ മൈക്കിലെത്തില്ല. നമ്മള് പിന്നെ തിരക്കിലായി. ഞാൻ അവിടെ വീട്ടിലാക്കി പിന്നെ എപ്പോഴാ വന്ന് ഞാൻ കുറച്ച് താന്ന് നിൽക്കട്ടെ. നിങ്ങൾ ഇത് ചെറുതാ. അപ്പൊ എന്നിട്ട് ഇപ്പോഴാണ് വരുന്നത്. രാത്രി കഴിക്കണം ഏകദേശം. നമ്മളെ കുറച്ച് പെട്ടികളും സാധനങ്ങളും ഉണ്ട് ഇങ്ങോട്ട് കൊടുന്ന. നമ്മള് പൊട്ടിക്കുന്ന ചടങ്ങിൽ നമ്മള് വീട്ടിൽ കൊടുന്ന് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഇതിന്റെ സൗണ്ട് ഇതല്ലേ ശരിക്കും. നമ്മൾ വേറെ പോലെ കാണിക്കണം. സൗണ്ട് വേറെയാണ്. അപ്പൊ നമ്മള് ഇവിടുന്ന് ഇപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യണമെങ്കിൽ ആടെ തിരിഞ്ഞ് കൈക്ക് നോക്ക്. എന്നിട്ട് വേറെ ഇവരെ പറ്റിയിട്ട് നല്ലപോലെ എന്താ പറയാ അടുത്ത വീഡിയോ പറയാം. ഓക്കെ. ഇത് ഇന്നലെ വന്നതിന്റെ ക്ഷീണോ ഇന്ന് വന്നതിന്റെ ക്ഷീണത്തിലാണ് രണ്ടാളും. അപ്പൊ റെഡി ആവും. അപ്പൊ ഞങ്ങൾ അടുത്ത നല്ലൊരു ബ്ലോഗ് ആയിട്ട് വരുന്നത്. ഇനി ഇവരെ പറ്റിയിട്ട് നല്ലപോലെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റില് പെട്ടി വിളിക്കുന്ന കാണിക്കില്ല. കുറെ ലെങ്ത് ആവും. അപ്പൊ നമ്മളിനി വൈകിട്ട് വീഡിയോ പിന്നെ ഞങ്ങള് പിന്നെ മറ്റൊക്കെ പറയും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് ചെയ്യാം. ഇത്രയും നല്ല സപ്പോർട്ട് ചെയ്ത പോലെ ഞാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ അനിയന്റെ ഇത് അപ്പൊ നമ്മൾ അടുത്തൊരു നല്ല കൂടിയിട്ട് വരും. ഓക്കെ ബൈ ബൈ.